ഹാനിബൽ എന്ന പ്രശസ്തമായ സൈക്കോളജിക്കൽ ത്രില്ലർ പരമ്പരയുടെ 1-ാം സീസണിലെ 4-ാം എപ്പിസോഡായ ഊയുഫിന്റെ ഒരു അവലോകനമാണ്. ഈ എപ്പിസോഡിന്റെ പേര് ഫ്രഞ്ച് ഭാഷയിലെ ഒരു പ്രത്യേകത കാരണം NBC ചാനൽ തെറ്റായിട്ടാണ് നൽകിയത്. കൂടാതെ കുട്ടികൾ ഉൾപ്പെടുന്ന അക്രമങ്ങൾ കാണിക്കുന്നതിനാൽ അമേരിക്കയിൽ സാൻഡി ഹുക്ക് സ്കൂൾ വെടിവെപ്പ് നടന്ന പശ്ചാത്തലത്തിൽ ഈ എപ്പിസോഡ് അന്ന് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്നില്ല. വിൽ ഗ്രഹാമും ആ പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഹാനിബൽ ലെക്ടറും നേർക്കുനേർ ഇരിക്കുകയാണ്. തന്റെ മനസ്സിനുള്ളിലെ വിചിത്രമായ ചിന്തകളെക്കുറിച്ച് വിൽ സംസാരിച്ചു തുടങ്ങുന്നു. രാത്രികളിൽ എന്റെ ചെറിയ വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തിട്ട് ഞാൻ ആ വിജനമായ പാടങ്ങളിലൂടെ നടക്കും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വീട് കടലിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ബോട്ട് പോലെ തോന്നും. വിൽ സംസാരിച്ചു നിർത്തിയതും ഹാനിബൽ കളി തുടങ്ങി. അയാൾ വളരെ തന്ത്രപൂർവ്വം വില്ലിന്റെ സംസാരം പഴയൊരു കൊലപാതകിയായ ഗാരറ്റ് ജേക്കബ് ഹോബ്സിലേക്ക് തിരിച്ചുവിട്ടു. ഹോബ്സിന്റെ മകൾ അബിഗെയിലിന്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടതിൽ വില്ലിനുള്ള കുറ്റബോധത്തെ ഹാനിബൽ കുത്തിപ്പൊക്കി. വില്ലിനെ പതുക്കെ പതുക്കെ ഒരു കൊലപാതകിയുടെ രീതിയിൽ ചിന്തിപ്പിക്കാൻ ഹാനിബൽ വല നെയ്യുന്നതിവിടെയാണ്. അടുത്ത നിമിഷം ക്യാമറ മാറുന്നത് ഭീകരമായ ഒരു കൊലപാതക രംഗത്തിലേക്കാണ്. ടർണർ കുടുംബത്തിലെ 4 പേർ ഡൈനിംഗ് ടേബിളിൽ അത്താഴം കഴിക്കാനിരുന്ന അതേ ഇരിപ്പിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ചോരയിൽ കുളിച്ച ആ മുറിയിലേക്ക് FBI-ക്കൊപ്പം വിൽ ഗ്രഹാം നടന്നു കയറി. വിൽ തന്റെ അസാധാരണമായ മനഃശക്തി ഉപയോഗിച്ച് ആ കൊലപാതക രംഗം മനസ്സിൽ റിവൈൻഡ് ചെയ്ത് പുനഃസൃഷ്ടിച്ചു. ഒടുവിൽ ആ സത്യം വിൽ തിരിച്ചറിഞ്ഞു. ഇവിടെ ഒരേ സമയത്താണ് എല്ലാവർക്കും വെടിയേറ്റത്. പക്ഷേ ആ അമ്മയെ മാത്രം ആരോ വളരെ അടുത്തുനിന്ന് നെഞ്ചിലേക്ക് വെടിവെച്ചതാണ്. ഇത് ചെയ്തത് പുറത്തുനിന്നുള്ളവരല്ല. 1 വർഷം മുൻപ് ഈ വീട്ടിൽ നിന്ന് കാണാതായ ഇവരുടെ സ്വന്തം മകനാണ്. വിൽ ഈ കൊലപാതകത്തിന്റെ പുറകെ പോയ സമയം നോക്കി ഹാനിബൽ ലെക്ടർ വില്ലിന്റെ വിജനമായ വീട്ടിലെത്തി. ഒരു അതിക്രമിച്ച് കയറ്റക്കാരനെപ്പോലെ ജനലിലൂടെ അയാൾ ഉള്ളിലേക്ക് നോക്കി. വില്ലിന്റെ കാവൽനായ്ക്കൾ കുരച്ചുകൊണ്ട് ഓടിയെത്തിയെങ്കിലും ഹാനിബൽ കരുതിയിരുന്ന സോസേജുകൾ കൊടുത്ത് അവയെ മെരുക്കി. വീട്ടിനുള്ളിൽ കയറിയ അയാൾ വില്ലിന്റെ മീൻപിടുത്ത ചൂണ്ടകൾ ഓരോന്നായി പരിശോധിച്ചു. വില്ലിനെ താൻ കെണിയിലാക്കാൻ പോകുന്നതിന്റെ പ്രതീകമെന്നോണം ഹാനിബൽ അവിടുത്തെ ഒരു മൂർച്ചയുള്ള ചൂണ്ടക്കുളത്തിൽ മനഃപൂർവ്വം കൈവിരൽ അമർത്തി ചോര വരുത്തി. ഈ സമയം ഹോസ്പിറ്റലിൽ കഴിയുന്ന അബിഗെയിൽ ഹോബ്സ് കണ്ണാടിയിൽ നോക്കുകയായിരുന്നു. അവളുടെ അച്ഛൻ കഴുത്തിലുണ്ടാക്കിയ ആഴത്തിലുള്ള ആ മുറിപ്പാടിൽ അവൾ വിരലോടിച്ചു. അങ്ങോട്ട് വന്ന ഡോക്ടർ അലാന ബ്ലൂം അവളോട് പറഞ്ഞു, "നീ ആ മുറിവ് ഒളിച്ചുവെക്കേണ്ടതില്ല അബിഗെയിൽ. ജീവിതത്തിലുണ്ടായ ആഘാതങ്ങളെ നീ നേരിട്ടേ പറ്റൂ." പിന്നീട് കാണിക്കുന്നത് ഹാനിബലിന്റെ ഓഫീസാണ്. അങ്ങോട്ട് വന്ന അലാന ബ്ലൂമുമായി ഹാനിബൽ ബിയർ കഴിച്ചുകൊണ്ട് അബിഗെയിലിനെക്കുറിച്ച് സംസാരിച്ചു. അബിഗെയിലിനെ ഡിസ്ചാർജ് ചെയ്ത് തന്റെ സംരക്ഷണയിൽ വിടുന്നതിനെക്കുറിച്ച് ഹാനിബൽ സൂചിപ്പിച്ചപ്പോൾ അലാന അത് ശക്തമായി എതിർത്തു. ഹാനിബൽ അവളുടെ ഒരു വ്യാജ പിതാവാകുന്നത് അപകടമാണെന്ന് അലാന മുന്നറിയിപ്പ് നൽകി. അന്വേഷണം പുരോഗമിക്കവേ FBI മേധാവി ജാക്ക് ക്രോഫോർഡിനായി ഹാനിബൽ തന്റെ വീട്ടിൽ ഒരു ആഡംബര ഡിന്നർ ഒരുക്കി. വിചിത്രമായ ഒരു ഫ്രഞ്ച് വിഭവം ജാക്കിന് വിളമ്പിക്കൊണ്ട് ഹാനിബൽ പറഞ്ഞു, "ഇത് മുയലിറച്ചിയാണ് ജാക്ക്." അവൻ കുറച്ചുകൂടി വേഗത്തിൽ ഓടണമായിരുന്നു. എന്നാൽ കാണികളായ നമുക്കറിയാമായിരുന്നു ഹാനിബൽ വിളമ്പിയത് മനുഷ്യന്റെ മാംസമാണെന്ന്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജാക്ക് തന്റെ സംശയം ഹാനിബലിനോട് തുറന്നു പറഞ്ഞു. അബിഗെയിലിന് അവളുടെ അച്ഛൻ ചെയ്ത കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് ശക്തമായ സംശയമുണ്ട് ഹാനിബൽ. ജാക്കിന് മനുഷ്യമാംസം കൊണ്ടുള്ള വിരുന്ന് നൽകിയതിനുശേഷം കഥ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. FBI ആസ്ഥാനത്ത് വെച്ച് വിൽ ഗ്രഹാം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊലയാളികൾ ഇരകളെ കടിച്ചുകീറുന്ന ക്രൂരമായ മാനസികാവസ്ഥയെക്കുറിച്ചാണ് വിൽ സംസാരിച്ചിരുന്നത്. അപ്പോഴാണ് ജാക്ക് ക്രോഫോർഡ് അങ്ങോട്ട് വരുന്നത്. ലാബിൽ നിന്ന് കിട്ടിയ വിരലടയാളം വെച്ച് അവർ മറ്റൊരു സത്യം കണ്ടെത്തി. കാണാതായ ആ കുട്ടികൾക്കെല്ലാം വലിയ കുടുംബങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അടുത്ത ഒരു കൂട്ടക്കൊലപാതകം കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിൽ തിരിച്ചറിയുന്നു. അവർ സംശയിച്ചതുപോലെ തന്നെ സംഭവസ്ഥലത്തേക്ക് FBI കുതിച്ചെത്തുന്നു. അവിടെയും ആദ്യത്തെ ടർണർ കുടുംബത്തെപ്പോലെ തന്നെ ഒരു വീടിനുള്ളിലെ എല്ലാവരെയും കൊന്ന നിലയിൽ കണ്ടെത്തുന്നു. എന്നാൽ ഇവിടെ ഒരു മാറ്റമുണ്ടായിരുന്നു. ആ കുടുംബത്തിലെ അമ്മയ്ക്ക് 2 തവണ വെടിയേറ്റിരുന്നു. ആദ്യത്തെ വെടിപ്പാട് കണ്ട വിൽ ഒരു കാര്യം ഉറപ്പിച്ചു. ആ അമ്മയെ വെടിവെച്ചപ്പോൾ ഈ കാണാതായ മകന് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം കാരണം അവന്റെ പുതിയ വ്യാജ കുടുംബം അവനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് കഥയിലെ ആ യഥാർത്ഥ വില്ലൻ കുടുംബത്തെ കാണിക്കുന്നത്. ഒരു സാധാരണ റെസ്റ്റോറന്റിൽ ആ സ്ത്രീയും കുട്ടികളും ഇരിക്കുകയാണ്. പുറമേക്ക് കാണുമ്പോൾ വളരെ സ്നേഹമുള്ള ഒരമ്മയെപ്പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. എന്നാൽ അവർക്ക് ചുറ്റും ഭീകരമായ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ മൂത്ത ലഡ്ക CJ മറ്റുള്ള കുട്ടികളെ ഭയപ്പെടുത്തി തന്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നു. ആ സ്ത്രീ പതുക്കെ ഒരു കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ഭാവഭേദമില്ലാതെ പറയുന്നു, "മോനെ, നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോകേണ്ട സമയമായി."
അവിടെയുള്ളവർക്ക് ഒരു ഗുഡ് ബൈ പറയാൻ റെഡിയായിക്കോ. അതായത് അടുത്ത കൊലപാതകത്തിനുള്ള ഇരയെ അവർ കണ്ടെത്തിക്കഴിഞ്ഞു. മറുവശത്ത് ഹാനിബൽ തന്റെ അടുത്ത കരു നീക്കുകയായിരുന്നു. അബിഗെയിലിനായി വിൽ ഗ്രഹാം ഒരു സമ്മാനം കരുതിയിരുന്നു: മീൻപിടുത്ത ചൂണ്ടകളുണ്ടാക്കാനുള്ള സാധനങ്ങൾ. എന്നാൽ അബിഗെയിലിന്റെ അച്ഛൻ അവളെ മൃഗങ്ങളെ വേട്ടയാടാൻ പഠിപ്പിച്ച സാഹചര്യത്തിൽ അവളെ വീണ്ടും മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത് അവളുടെ പഴയ ഓർമ്മകളെ ഉണർത്തുമെന്ന് പറഞ്ഞ് വിൽ ആ സമ്മാനം കൊടുക്കാതെ ഹാനിബലിനെ ഏൽപ്പിക്കുന്നു. കാണാതായ കുട്ടികളെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലായിരുന്നു വിൽ. വില്ലിന്റെ ഈ മാനസികാവസ്ഥ കണ്ട ഹാനിബലിന്റെ മുഖത്ത് ഒരു വിചിത്രമായ ഭാവം മിന്നിമറഞ്ഞു. വില്ലിനെ വൈകാരികമായി തകർക്കാനും അബിഗെയിലിനെ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുമുള്ള വഴി ഹാനിബൽ കണ്ടെത്തി. അയാൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അബിഗെയിലിന്റെ ഗാർഡിയൻ താനാണെന്ന് അവളെക്കൊണ്ടുതന്നെ ഒപ്പിടുവിച്ച് അവളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ച് തന്റെ ആഡംബര വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. തന്റെ വീട്ടിലെത്തിച്ച അബിഗെയിലിന് ഹാനിബൽ ഒരു പ്രത്യേക വിരുന്നൊരുക്കുന്നു. അവളുടെ മനസ്സിലെ ഭയവും അവൾ കൊന്ന നിക്കോളാസ് ബോയിലിന്റെ ശവത്തിന്റെ ഓർമ്മകളും മാറ്റാനെന്ന വ്യാജേന ഹാനിബൽ അടുക്കളയിലേക്ക് നീങ്ങി. അവിടെ വെച്ച് അയാൾ അവൾക്കായി ഒരു പ്രത്യേക ചായ തയ്യാറാക്കി. അത് സാധാരണ ചായയായിരുന്നില്ല. മനുഷ്യന്റെ ചിന്തകളെയും തലച്ചോറിനെയും ലഹരിയിലാക്കുന്ന മാജിക് മഷ്റൂംസ് ചേർത്ത ചായയായിരുന്നു അത്. ഹാനിബൽ തന്റെ ക്രൂരമായ ലക്ഷ്യങ്ങൾക്കായി ആ പെൺകുട്ടിയുടെ മനസ്സിനെ പൂർണ്ണമായി ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഹാനിബൽ കൊടുത്ത മാജിക് മഷ്റൂം ചായ കുടിച്ചതോടെ അബിഗെയിൽ പൂർണ്ണമായും ലഹരിയിലായി. അവളുടെ കൈയിലിരുന്ന ചായക്കപ്പ് നിലത്തു വീണു തകർന്നു. തന്റെ അച്ഛൻ പെൺകുട്ടികളെ കൊന്നതും താൻ ജീവനരക്ഷാർത്ഥം നിക്കോളാസ് ബോയിലിനെ കുത്തിക്കൊന്നതുമായ ഭീകരമായ ഓർമ്മകൾ അവളുടെ കണ്ണുകളിലേക്ക് ഇരച്ചുകയറി. അവൾ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഹാനിബൽ അവളെ ആശ്വസിപ്പിച്ചു. അവൾക്കായി ഹാനിബൽ സോസേജും മുട്ടയും ചേർത്ത ഒരു പ്രത്യേക വിഭവം പാകം ചെയ്തു നൽകി. അബിഗെയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു: എന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാൻ കഴിച്ച അവസാനത്തെ ഭക്ഷണവും ഇതുതന്നെയായിരുന്നു. അബിഗെയിലിന്റെ പഴയ ഓർമ്മകളെ കൊന്ന് അവളെ തനിക്ക് അനുസരണയുള്ള ഒരു പുതിയ വ്യക്തിയായി പുനർജനിപ്പിക്കാൻ ഡെത്ത് ആൻഡ് റീബർത്ത് ഹാനിബൽ മനഃപൂർവ്വം ചെയ്തതായിരുന്നു അത്. ഇതേസമയം FBI ആസ്ഥാനത്ത് വലിയൊരു നീക്കം നടക്കുകയായിരുന്നു. വില്ലും സംഘവും ആ കൊലയാളി കുടുംബത്തിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുന്നു. അവർ അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏത് കുടുംബത്തെയാണെന്ന് വില്ലിന് മനസ്സിലായി. ആ സൈക്കോ അമ്മ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം വഴി തന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുകയാണെന്ന് വിൽ ജാക്കിനോട് പറയുന്നു. അവർ അടുത്ത കൊലപാതകത്തിന് മുതിരും മുൻപ് FBIയുടെ ഒരു വലിയ സ്വാറ്റ് കമാൻഡോ സംഘം അങ്ങോട്ട് കുതിച്ചു. അടുത്ത സീനിൽ ആ കൊലയാളി സംഘത്തിലെ ഒരു കുട്ടി തന്റെ യഥാർത്ഥ വീട്ടിലെത്തി അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് കാണാം. അവർ സന്തോഷിക്കുന്നതിന് തൊട്ടുപിന്നാലെ ആ സൈക്കോ അമ്മയും മറ്റു കുട്ടികളും തോക്കുകളുമായി ആ വീട് വളഞ്ഞു. അവർ ആ കുടുംബത്തെ കൊല്ലാൻ തുടങ്ങിയ കൃത്യസമയത്ത് ജാക്ക് ക്രോഫോർഡും വില്ലും സ്വാറ്റ് ടീമും അങ്ങോട്ട് ഇരച്ചുകയറി. അവിടെ വലിയൊരു വില്ലൻ ട്വിസ്റ്റ് നടന്നു. ആ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടി തോക്കുമായി ഓടിയപ്പോൾ വിൽ അവന്റെ പുറകെ പോയി. വിൽ അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ സൈക്കോ അമ്മ പെട്ടെന്ന് വന്ന് ആ കുട്ടിയെ തന്നെ തോക്കിൻമുനയിൽ നിർത്തി ബന്ദിയാക്കി. വിൽ പകച്ചുനിന്നു. എന്നാൽ ഒട്ടും സമയം കളയാതെ FBI ഉദ്യോഗസ്ഥയായ ബെവർലി കാറ്റ്സ് ആ സൈക്കോ അമ്മയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. അവൾ അവിടെ തന്നെ മരിച്ചു വീണു. അങ്ങനെ ആ വലിയ ദുരന്തം ഒഴിവായി. കഥയുടെ അവസാന രംഗം വീണ്ടും ഹാനിബലിന്റെ വീട്ടിലേക്കാണ് തിരിയുന്നത്. തന്റെ അനുവാദമില്ലാതെ അബിഗെയിലിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ഡോക്ടർ അലാന ബ്ലൂം ഹാനിബലിനോട് കടുത്ത ദേഷ്യത്തിലായിരുന്നു. എന്നാൽ താൻ കള്ളം പറഞ്ഞ് അലാനയെ ശാന്തനാക്കാൻ ഹാനിബലിന് കഴിഞ്ഞു. ലഹരി വിട്ടുമാറാത്ത തിളങ്ങുന്ന കണ്ണുകളോടെ ഇരിക്കുന്ന അബിഗെയിലിനെയും കൂട്ടി ഹാനിബലും അലാനയും ഒരുമിച്ച് അത്താഴം കഴിക്കാനിരുന്നു. അബിഗെയിൽ അവരെ നോക്കി പറഞ്ഞു: നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം കുടുംബത്തെപ്പോലെ തോന്നുന്നു. ഹാനിബൽ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യാജ കുടുംബം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ എപ്പിസോഡിലൂടെ ഹാനിബാൽ ഒരേ സമയം രണ്ടുപേരെയാണ് തന്റെ ബുദ്ധിപരമായ തന്ത്രത്തിലൂടെ കെണിയിലാക്കുന്നത്. ഒന്ന്, വിൽ ഗ്രഹാമിന്റെ മനസ്സിലേക്ക് വളരെ തന്ത്രപൂർവ്വം ഒരു കൊലപാതകിയുടെ ചിന്താഗതി കുത്തിവെക്കുക. അതിലൂടെ ഭാവിയിൽ താൻ ചെയ്യാൻ പോകുന്ന കൊലപാതകങ്ങൾ വില്ലിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള സ്കേപ്ഗോട്ട് അടിത്തറ അയാൾ പാകുന്നു. 2, അബിഗെയിൽ ചെയ്ത കൊലപാതക രഹസ്യം തനിക്കറിയാമെന്ന് കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. അതിലൂടെ അവൾക്ക് മാജിക് മഷ്റൂം നൽകി മയക്കി FBIക്ക് മുന്നിൽ OT കൊടുക്കാതെ തന്റെ വിരൽത്തുമ്പിൽ കളിക്കുന്ന ഒരു വിശ്വസ്തയായ കരുവാക്കി മാറ്റുക. ചുരുക്കത്തിൽ വില്ലിന്റെ ബുദ്ധിയെയും അബിഗെയിലിന്റെ ഭയത്തെയും ഒരേ സമയം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഹാനിബാലിന്റെ തന്ത്രം.